ഹലോ മക്കളെ, റിവിഷൻ ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ആദ്യം മുതൽ പഠിക്കാനായിട്ടാണ് നമ്മുടെ റിവിഷൻ ബാച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിവിഷൻ ബാച്ച് ഒത്തിരി സ്റ്റുഡൻസ് ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും പലർക്കും പല കാരണങ്ങൾ കൊണ്ട്, അറിയാൻ വൈകി പോയതുകൊണ്ടും അല്ലെങ്കിൽ മറ്റ് പല റീസൺസ് കൊണ്ട് പലർക്കും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കാതെ പോയവരുണ്ട്. അപ്പോൾ ഈ ജോയിൻ ചെയ്യാൻ സാധിക്കാതെ പോയവർക്കും അതേപോലെ തന്നെ ഓൾറെഡി ജോയിൻ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ ഇതുവരെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കാതെ പോയ മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതൊരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ റിവിഷൻ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ വരുന്നത് മൺഡേ ആയിരിക്കും. മൺഡേ ഈ താഴെ കാണുന്ന സമയത്തായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു വിവരം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആരെങ്കിലും ഇതേപോലെ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, വേഗം തന്നെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിവിഷൻ ബാച്ച് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഫ്രം ദ ബേസ് മുതൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഫ്രം ദ ബേസ് മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കേണ്ട, അയ്യോ മിസ് ഇത് ഓൾറെഡി നന്നായി പഠിച്ച മക്കൾക്കല്ലേ റിവിഷനൊക്കെ ചെയ്തിട്ട് കാര്യം ഉണ്ടാവുള്ളൂ, എനിക്ക് ആ ചാപ്റ്റർ ഒന്നും അറിയില്ല, പിന്നെ ഞാൻ റിവിഷൻ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളതൊന്നും വിചാരിക്കേണ്ട. ഓൾറെഡി പഠിച്ച മക്കളാണെന്നുണ്ടെങ്കിലും ഇനി ഒന്നും അറിയില്ല മിസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്നതാണ് നമ്മുടെ റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഈ ഒരു അവസരം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഇതേപോലെ ഇനി പലർക്കും അങ്ങനെ ആഗ്രഹം ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലും പലരും അത് അറിയാൻ വൈകി പോകുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസ് കൊണ്ട് അവർക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കാതെ പോകുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വേഗം തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് പറയുക. ഓക്കെ, അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട, ഇനി നമുക്ക് വേഗം റിവിഷൻ നടത്തേണ്ട സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.